ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. വീട് കുത്തിപ്പൊളിച്ച് 35 പവൻ മോഷണം നടത്തിയ 60ഓളം മോഷണ കേസിലെ പ്രതി വഴിക്കടവ് പോലീസിന്റെ പിടിയിലായി. 2024 ജൂലൈ മാസത്തിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. വഴിക്കടവ് പഞ്ചായത്തങ്ങാടിയിലെ ആളില്ലാത്ത വീടിന്റെ മുൻവശം ഡോർ കുത്തിപ്പൊളിച്ച് 35 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷണം നടത്തി മുങ്ങിയ പ്രതിയായ അക്ബർ എന്നയാളെയാണ് നിലമ്പൂർ ഡിവൈഎസ്പിയുടെ നിർദ്ദേശത്തെ തുടർന്ന് വഴിക്കടവ് പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ അബ്ദുൾ ഹാഫിസ് ഫിർഷാദ് അറസ്റ്റ് ചെയ്തത്. കൃത്യം നടത്തിയതിനു ശേഷം പ്രതി മുൻപ് ജയിലിൽ വെച്ച് പരിചയമുണ്ടായിരുന്ന ഷംസുദ്ദീൻ എന്നയാളുടെ സഹായത്തോടെ 10 പവനോളം സ്വർണം തിരൂരിലെ സ്വർണ്ണക്കടയിൽ വിൽപ്പന നടത്തി കിട്ടിയ പണവുമായി പ്രതി കേരളത്തിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. തിരൂർ സ്വർണം വിൽക്കാൻ സഹായിച്ച ഷംസുദ്ദീൻ എന്നയാളെ കഴിഞ്ഞ വർഷം വഴിക്കടവ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മോഷണം നടത്തിയ മുതലുമായി കേരളത്തിൽ നിന്നും രക്ഷപ്പെട്ട പ്രതി കഴിഞ്ഞ 10 മാസമായി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ മാറി മാറി താമസിച്ച് പിന്നീട് അയൽരാജ്യമായ നേപ്പാളിലേക്ക് കടക്കുകയായിരുന്നു. വഴിക്കടവ് പോലീസ് കൃത്യം നടന്ന വീടിന് 5 കിലോമീറ്റർ ചുറ്റളവിലുള്ള 50ഓളം CCTV ക്യാമറകൾ പരിശോധിക്കുകയും പ്രതി ഒരു സ്ഥലത്തും ഒരാഴ്ചയിൽ കൂടുതൽ ദിവസം നിൽക്കാത്ത ആളായതിനാൽ വിവിധ സംസ്ഥാനങ്ങളിലെയും ലോഡ്ജുകളിലെയും പ്രതിക്ക് വേണ്ടി അന്വേഷണം നടത്തുകയും ചെയ്തതിൽ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി എന്ന സ്ഥലത്ത് വെച്ചാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി പ്രതിക്കെതിരെ 60ഓളം മോഷണ കേസുകൾ നിലവിലുണ്ട്. നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന്റെ നിർദ്ദേശത്തെ തുടർന്ന് വഴിക്കടവ് പോലീസ് ഇൻസ്പെക്ടർ TV ധനഞ്ജയദാസിന്റെ നേതൃത്വത്തിൽ വഴിക്കടവ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാരായ നിജേഷ്, അലക്സ് കൈപ്പിനി, വിനീഷ് മാന്തുടി, ഫിറോസ് എന്നിവരാണ് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെത്തി പ്രതിയെ കണ്ടെത്തി പിടികൂടിയത്. നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ മഞ്ചേരി സബ് ജയിലിൽ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, വഴിക്കടവ്. ഒന്നാം വർഷം ഒന്നിച്ചൊന്നായി ആഘോഷിക്കാം. 1000 രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന 50 ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് കോയിനുകൾ വീതം സ്വന്തമാക്കാം.